തഹാനി സ്റ്റീൽസ് എടക്കഴിയൂർ ചാവക്കാട്. ആളൂക്കാരൻ ജുവല്ലറി മുതുവട്ടൂർ, ചേറ്റുവ റോഡ് ചാവക്കാട്, ചേറ്റുവ റോഡ് വാടാനപ്പള്ളി, ഒരുമനയൂർ. കാലാകാലങ്ങളായി നിങ്ങൾ മാധ്യമക്കാർ പറയുന്ന ഒരു കാര്യം, ഈ ദർശനത്തിനുള്ള ഈ ക്യൂ സിസ്റ്റം എങ്ങനെ ഒഴിവാക്കാന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോഴത്തെ തന്നെ ദേവസ്വം ഭരണസമിതി പരീക്ഷണാടിസ്ഥാനത്തിൽ വെർച്വൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന തീരുമാനം അതാണ്, വെർച്വൽ ക്യൂ സമ്പ്രദായം നടപ്പിലാക്കുക. ശബരിമലയിലൊക്കെ അത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. അത് ഗുരുവായൂരിലും ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചത്. പിന്നെയുള്ളത് ഈ ഗുരുവായൂരിൻ്റെ വികസനമാണ്. പലപ്പോഴും പല മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാക്കിയിരുന്നെങ്കിലും അതൊന്നും ഫലവത്തായിരുന്നില്ല. പക്ഷേ ഈ ഭരണസമിതി ഇത് സംബന്ധിച്ചൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് അക്വിസിഷൻ നടപടികൾ, അത് റവന്യൂ വകുപ്പിനോട് മൊത്തം ഗുരുവായൂരിൻ്റെ വികസനത്തിനുള്ള ഭൂമി ഏറ്റെടുക്കാൻ 9 മാസത്തിനുള്ളിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ 6 മാസം കൊണ്ട് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു 9 മാസത്തിനുള്ളിൽ നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം. ഇനി അതിന് അവിടുന്ന് കൂടുതൽ സമയം തരില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിലേ അത് പൂർത്തിയാക്കാൻ കഴിയും. കാരണം ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും. പക്ഷെ ഗുരുവായൂരിൻ്റെ വികസനം എന്നുള്ളതാണ് നമ്മുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിനാവശ്യത്തിനുള്ള ഭൂമി ഉണ്ടാവണം. അപ്പം അത് അക്വിസിഷൻ നടപടികൾ നടക്കുമ്പോൾ ഞാൻ ചെയർമാനോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കുക. കാരണം കോടതിയിൽ പോയാൽ ഉടനെ അല്ല സ്റ്റേ വല്ലതും കിട്ടിയാലൊക്കെ മുടങ്ങിപ്പോകും. നമ്മൾ 9 മാസം കൊണ്ട് ഈ അക്വിസിഷൻ പൂർത്തിയാക്കി വികസനത്തിലേക്ക് കടക്കണം. ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചുള്ള ഒരു 3 വർഷത്തിനുള്ളിൽ ഗുരുവായൂരിൻ്റെ എല്ലാ വികസന കാര്യങ്ങളിലും ഒരു ഏകദേശ രൂപ എത്തണം എന്നാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത്. ഇത് അനിശ്ചയമായിട്ട് നീട്ടിക്കൊണ്ടാൻ കഴിയില്ല. ഗുരുവായൂരിൻ്റെ എല്ലാ ആവശ്യങ്ങളും 3 വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ച് ഭക്തജനങ്ങൾക്ക് നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. അതാണ് ഗവൺമെൻറ്റിൻ്റെയും ലക്ഷ്യം, ദേവസ്വം ഭരണസമിതിയുടെ ലക്ഷ്യമാണ്. കാരണം ക്ഷേത്രത്തിൻ്റെ പരിപാവനത്വം പാലിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള നയമാണ് ദേവസ്വം മന്ത്രാലയത്തിനും ദേവസ്വം ഭരണസമിതിക്കും ഉള്ളത്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.